അപ്പൊ നമ്മുടെ സിസ്റ്റം ടാങ്ക് ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുകയും ടാങ്ക് കാലിയാകുമ്പോൾ തനിയെ ഓൺ ആകുകയും ചെയ്യും. ചില ആൾക്കാർ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിന് അവർക്കുള്ള മറുപടിയായിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഒന്നാമതായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ പ്രൊഡക്റ്റ് ഡ്രൈ റൺ ആവുക, അതുകൂടാതെ വോൾട്ടേജ് ഇല്ലാത്ത വേരിയേഷൻ ഉള്ള സമയത്ത് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചത്. അപ്പൊ ഇത് ഡ്രൈ റണ്ണും വോൾട്ടേജ് വേരിയേഷനും ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് അല്ല, ഇതിൽ ഇലക്ട്രോണിക്കിന്റെ സിസ്റ്റമേ ഇല്ല. ഇത് ഇലക്ട്രിക്കൽ പവർ സ്വിച്ച് ആണ് ഇതിനകത്ത്. ഇത് മെക്കാനിസം ആണ് ഇത് ഓൺ ആക്കണം ഓഫ് ആക്കണം. അപ്പൊ ഇത് സ്വിച്ച് ഓഫ് ആക്കാനും ഓൺ ആക്കാനും മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഫ്ലോട്ട് സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് മോട്ടോർ എങ്ങനെ പ്രവർത്തിക്കുന്നതായി. മോട്ടോർ എങ്ങനെ ഇത് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിന്റെ 65 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് താഴത്തേക്ക്. നേരെ കീഴോട്ടും മേലോട്ടും ആണ് ഇത് ബോള് പോയി റൺ ചെയ്യണം, അത് ഓഫ് ആക്കാനും ഓൺ ആക്കാനും. അപ്പൊ അത് ഇത് ചെയ്യുമ്പോഴത്തേക്കും ടാങ്ക് ഫില്ലായി കഴിഞ്ഞാല് 3/4 ഭാഗം ടാങ്ക് കാലിയായി കഴിഞ്ഞ് ഇത് ഓൺ ആകുള്ളൂ. അപ്പൊ അവർക്ക് ആ മോട്ടറിന്മേൽ തന്നെ കൃഷിക്ക് നനയ്ക്കാനുള്ള വാൽവ് ഒക്കെ വെച്ചിട്ടുണ്ടാകും ചിലവർ. അവരുടെ ചോദ്യമാണിത്. അങ്ങനെ ഞങ്ങൾക്ക് നനയ്ക്കാൻ വേണ്ടി ഇത് വെള്ളം തീരുന്നവരെ കാത്തിരിക്കേണ്ടതെന്നാ ചോദിക്കും. അപ്പൊ അതിനൊരു മാർഗമുണ്ട്. അതിനൊരു ബൈപ്പാസ് സ്വിച്ച് വെക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ബൈപ്പാസ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ ഇപ്പൊ ടാങ്കിന്റെ മുകളിൽ നിന്ന് കണക്ട് ചെയ്ത് വയർ കൊണ്ടുപോകും. എന്നിട്ട് ഈ മോട്ടറിലേക്ക് കൊടുക്കുക. ഇത് മോട്ടറായിട്ട് സങ്കല്പിക്കുക. ഈ മോട്ടറിന്റെ പ്ലഗ് ആണിത്. ഈ 2 വയർ വന്നിട്ടുണ്ട്. ഈ 2 വയർ ഓരോന്ന് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വയർ കൊടുക്കുക. എന്നിട്ട് ഇത് ഓൺ ആക്കുമ്പോൾ ഓൺ ആവും. ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഓൺ ആക്കുമ്പോൾ ഓൺ ആവും, ഓഫ് ആക്കുമ്പോൾ ഓഫ് ആവും. അപ്പൊ ഇതിന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആവില്ല. അതിന് വേണ്ടി ബൈപ്പാസ് സ്വിച്ച് കൊടുക്കണം. ഞാൻ കാണിച്ചു. ഒരു സ്വിച്ച് എടുക്കുക, ഈ 2 വയറും കൂടി 2 ലെഗിലും കയറ്റുക. ഇത് ഒരു ബോക്സിലാക്കി നിങ്ങളുടെ താഴത്തെ ഭിത്തിയിൽ വയ്ക്കാം. അതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടി ബൈപ്പാസ് സ്വിച്ച് ഇത് 2 കൂടി കൊടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ അതിന്റെ വീഡിയോ ഇട്ട് തരാം. കൃഷിക്ക് നനയ്ക്കാൻ വേറെ ആവശ്യത്തിന് മോട്ടോർ പ്രവർത്തിപ്പിക്കണേ ഈ ബൈപ്പാസ് സ്വിച്ച് ഓണാക്കാം. വർക്ക് ഇത് കഴിഞ്ഞ് ഇത് നന കഴിഞ്ഞ് ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതായി ഓട്ടോമാറ്റിക് ഓൺ ആയിക്കോളും. കേട്ടോ, അതാണ് ബൈപ്പാസ് സ്വിച്ച്. അപ്പൊ ആ ചോദിച്ച ആളിനോടുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മൂന്നാമത് സബ്മേഴ്സിബിൾ പമ്പിനും ബോർവെൽ പമ്പിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ എല്ലാ പമ്പിനും ഉപയോഗിക്കാം. 1.5 HP പമ്പിന് മൊത്തം ഉപയോഗിക്കാം. പിന്നെ 3 ഫേസിന് മാത്രം കോൺട്രാക്ടർ ഉപയോഗിക്കണമെങ്കിൽ 3 ഫേസിനും ഒക്കെ ഉപയോഗിക്കാം. 500 രൂപ കൊടുത്താൽ കിട്ടും, മാർക്കറ്റിൽ കിട്ടും. കോൺട്രാക്ടർ വേണമെങ്കിൽ ഞങ്ങൾ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ അയച്ചു കൊടുക്കാം. ഈ സ്വിച്ച് തന്നെ അതിലേക്ക് ഘടിപ്പിക്കുമ്പോൾ അത് എത്ര പവറിലാണെങ്കിലും ഓണാം. അപ്പൊ അതും ചെയ്യാം. പിന്നെ നാലാമത് ഒരാൾ ചോദിച്ചിരിക്കുന്നത് സ്റ്റീൽ ടാങ്കിനും സിമെന്റ് ടാങ്കിനും ഒക്കെ എല്ലാ ടാങ്കിനും ഉപയോഗിക്കാം. നമുക്ക് ഉപരിതലം ഫ്ലാറ്റ് ആയിട്ട് നിരപ്പായിട്ട് കിട്ടിയാൽ ആ എല്ലാ ടാങ്കിനും ഉപയോഗിക്കാം. ഈ ബോക്സ് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലാറ്റിൽ നിൽക്കണം, അല്ല ഇങ്ങനെ ചരിഞ്ഞ് നിന്നാല് പറ്റില്ല. അപ്പൊ ഈ ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്ന ഉപരിതലം ഉണ്ടെങ്കിൽ ആ ടാങ്കിനെല്ലാം ഉപയോഗിക്കാം. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇത് പ്രവർത്തിപ്പിക്കാൻ കറണ്ട് ആവശ്യമുണ്ടെന്ന്. ഇത് പ്രവർത്തിപ്പിക്കാൻ പ്രത്യേകിച്ച് കറണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ മോട്ടറിലേക്ക് പോണ വയറ് ഇതുവഴി കയറി ഈ സ്വിച്ച് വഴി കയറി ഇറങ്ങി പോകണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ സ്വിച്ച് ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആകും, ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഓൺ ആകും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് കറണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അടുത്ത ചോദ്യം ഈ പവർ കട്ട് സമയത്ത് ഇത് പ്രവർത്തിക്കുവാന്നാണ്. പവർ കട്ട് സമയത്താണ് കറണ്ട് പോകുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഓഫ് ആകും. പിന്നെ കറണ്ട് വരുമ്പോൾ അത് തന്നെ അത് ഓണായി കിടക്കാനല്ല, അപ്പൊ ഓൺ ആയിക്കോളും. വെള്ളം നിറയുമ്പോഴേ മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ആ വോൾട്ടേജ് ക്ഷാമത്തിന്റെയും പരിഹാരം ഇല്ല ഇതിനകത്ത്. കറണ്ട് കട്ടാകുമ്പോഴും കറണ്ട് വരുമ്പോഴും എന്നുള്ള പരിഹാരമൊന്നുമില്ല. ഇത് ഓണാകും ഓഫാകും. പിന്നെ അടുത്ത ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ ഇതിലും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമല്ലോ, അപ്പൊ അത് നിങ്ങളുടെ സാധനം മേടിക്കണം എന്തിനാന്ന്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം ഈ പറഞ്ഞ സാധനം എനിക്ക് മനസ്സിലായി. അതിന്റെ റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, അത് അഴിച്ച് റിപ്പയർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? അതിപ്പോ 1 വർഷം വർക്ക് ചെയ്ത് അല്ലെങ്കിൽ 2 വർഷം വർക്ക് ചെയ്ത് പിന്നെ അതിന് നന്നാക്കി വെക്കാൻ. ഇതാണെങ്കിൽ നന്നാക്കി വെക്കാം, എത്ര വർഷം കഴിഞ്ഞാലും ആ സ്വിച്ച് മാത്രം മാറിയത് ലോങ് ലൈഫ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് വന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുമെന്നാണ് ചിലർ ചോദിക്കുന്നത്. അപ്പൊ അത് വന്ന് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഞങ്ങള് എറണാകുളം കുമ്പളാണ്. അപ്പൊ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കാണെങ്കിൽ ചെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മാത്രം വീട്ടുകാർക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. ഇത് വീഡിയോ കണ്ടാലും മനസ്സിലാവും. പിന്നെ അത്ര അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം അങ്ങനെ ശ്രമിച്ചാൽ പോരെ, അല്ലെങ്കിൽ 250 രൂപ വെച്ച് കളയണം. ഈ വീഡിയോ ഇട്ടു തരാം. ആവശ്യക്കാർ പറഞ്ഞാൽ അപ്പൊ വീഡിയോ ഇട്ടു തരും. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇത് നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇനി ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജും അയച്ചു തരാം, വീഡിയോ ഇട്ട് തരാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ മാത്രമല്ല 1000 പ്രൈസും 100 കൊറിയർ ചാർജ് തന്നെ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുക. വന്ന് മേടിക്കാനെ കൊറിയർ ചാർജ് ഒഴിവാക്കാം. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. അത് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ വീഡിയോ വേണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ പറഞ്ഞുതരാം.